ഹായ്, എല്ലാവർക്കും ബ്ലാക്ക് ബ്യൂട്ടിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ടോണറും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫേസ് മാസ്ക്കാണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഫേസ് മാസ്ക്കാണ്. ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ടോണറാണ് എനിക്ക് ഫേസ് മാസ്കിനായിട്ട് കൂടുതൽ ഇഷ്ടമായത്. വേറെ ഒന്നുമല്ല, ഫേസ് മാസ്ക് ഇടാൻ എനിക്ക് അത്രയ്ക്ക് കുറച്ച് മടിയാണ്. മുഖത്ത് ഇട്ടിട്ട് കുറച്ച് നേരം ഇങ്ങനെ വെറുതെ ഇരിക്കണ്ടേ, അത് കാരണം കൊണ്ട് എനിക്ക് ഭയങ്കര മടിയാണ്. പക്ഷെ ടോണർ അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ ആക്ച്വലി ആ ടോണർ കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിലേക്ക് മുന്നായിട്ട് എന്നെ ആരെങ്കിലും ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പേര് സുബിന. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിതിപ്പോൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് മിസ്സാവാണ്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ഒരു തുണ്ട് മാത്രം നമ്മുടെ ജീരകമാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ജീരകം എങ്ങനെയാണ് നമ്മുടെ ഫേസിന് വർക്ക് ചെയ്യുക എന്നുള്ളത്. നമ്മുടെ സ്കിന്നിന് ഒത്തിരി നല്ലതാണ് ജീരകം. നന്നായി കഴുകുക. അപ്പോൾ ഞാൻ നന്നായി കഴുകിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചതാണ് ജീരക വെള്ളം നമ്മൾ ഉണ്ടാക്കില്ലേ, അതുപോലെ അത്യാവശ്യം നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അപ്പോൾ ഇങ്ങനെ കിട്ടും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ജീരക വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. നമ്മുടെ ഫേസിന് എത്രയാണോ ആവശ്യം മാത്രം എടുത്താൽ മതി. പിന്നെ അതിലോട്ട് ഒഴിക്കുന്നത് തേനാണ്. നിങ്ങൾക്ക് ഡ്രൈ സ്കിന്നാണെന്നുണ്ടെങ്കിൽ തേൻ ഒഴിച്ചാൽ മതി. തേൻ ഓപ്ഷണലാണ്, എന്നാലും തേൻ ഒഴിക്കുന്നത് വളരെ വളരെ നല്ലതാണ്. തേനില്ലാച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തൈര് ഒഴിച്ചാലും മതി, രണ്ടും നല്ലതാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ഇടുന്നത് കടലപ്പൊടിയാണ്, കടലമാവിൻ്റെ. ഞാനൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ഇത് എടുക്കുന്നത്, മാസ്ക് ഇടാവുന്ന ഒരു രീതിയിൽ. ഞാൻ ഇത്ര മാത്രമാണ് എടുത്തേക്കുന്നത്. നമ്മുടെ ഫേസിന് ആവശ്യമുള്ള അത്രയ്ക്ക് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഒരു സ്ക്രബിങ് എഫക്റ്റും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി ഡ്രൈ ആക്കിയിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. എനിക്ക് മാസ്ക് അപ്ലൈ ചെയ്യുന്നത് അത്രയ്ക്ക് അങ്ങോട്ട് താല്പര്യമില്ല. അത് കാരണം കൊണ്ട് ഞാൻ സ്ക്രബിങ്ങും കൂടി ഇതിൻ്റെ ഉള്ളിൽ കൂടെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ജീരകത്തിനെ പറ്റി പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീരകത്തിൽ ഒത്തിരി ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അത് നമ്മുടെ സ്കിന്നിനെ കൂളിങ്ങും സൂത്തിങ്ങും ആക്കാനൊക്കെ ആയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടീസും ഉണ്ട്. അത് നമ്മുടെ മുഖത്തുള്ള ബാക്ടീരിയസിനൊക്കെ മാറ്റിയിട്ട് കുരുവില്ലാണ്ട് ഇരിക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് മാസ്ക് ഇടാൻ മടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആവി കൊള്ളുമ്പോൾ ഇതേമാതിരി തന്നെ നമുക്ക് ജീരകം ഇട്ടിട്ട് നമുക്ക് ആവി പിടിക്കാം. അത് നമ്മുടെ സ്കിൻ ടെക്സ്ചറിനെ നന്നായിട്ട് മാറ്റും. പിന്നെ ഇതേപോലെ തന്നെ അതിനകത്ത് ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് നമ്മുടെ ഫേസിലുള്ള ഇമ്പ്യൂരിറ്റീസൊക്കെ നന്നായി വലിച്ച് കളയാനായിട്ട് നന്നായി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഡ്രൈ സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹണി ആഡ് ചെയ്യാം. ഹണി അല്ലെങ്കിൽ യോഗേർട്ട് ആഡ് ചെയ്യാം. നമ്മുടെ സ്കിന്നിലൊരു 10-15 മിനിറ്റ് വയ്ക്കാം. അതിന് ശേഷം നമുക്ക് പതുക്കെ സ്ക്രബ് ചെയ്ത് കളയാം. അല്ലെങ്കിൽ സാധാരണ വാഷ് ചെയ്ത് കളയാം. പിന്നെ വാഷ് ചെയ്ത് കളയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇളം ചൂടുവെള്ളത്തിൽ വേണം വാഷ് ചെയ്ത് കളയാനായിട്ട്. അപ്പോൾ എല്ലാ പ്രാവശ്യത്തും പോലെ കൈ ഞാനൊന്ന് വെറ്റാക്കിയിട്ടുണ്ട്, കണ്ടോ. എന്നിട്ട് ഞാൻ ജസ്റ്റ് റബ്ബ് ചെയ്ത് കളയണേ. ഞാനെന്താ ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ സ്പെഷ്യലായിട്ട് നമുക്ക് സ്ക്രബ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഭയങ്കര മടിയാണ്, മാസ്ക് ഇടാൻ ഭയങ്കര മടിയാണ്. സ്ക്രബ് ചെയ്യുമ്പോൾ കണ്ണിൻ്റെ അവിടെ സ്ക്രബ് ചെയ്യാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. അപ്പം മുഖം ഞാൻ നന്നായി കഴുകിയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഫസ്റ്റ് യൂസിൽ നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റില്ല കേട്ടോ, സത്യമായിട്ട് പറയാലോ. അപ്പോൾ ഇനി വേറെന്തൊക്കെ കാണിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറൊന്നല്ല, അതിൻ്റെ തന്നെ ഇതേ കണ്ടോ, എൻ്റെ ടോണർ കഴിഞ്ഞിരിക്കുകയായിരുന്നു. ജസ്റ്റ് ഒന്നുമില്ല, ഇത് ആ ജീരകത്തിൻ്റെ വെള്ളം. ഇന്നെ ടൈമൊന്നുമില്ല, നമുക്ക് ഫ്രഷ് ആവാൻ തോന്നുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായി നമ്മുടെ സ്കിൻ എപ്പോഴും റീഫ്രഷിങ് ആയിട്ടിരിക്കും. നല്ലൊരു ഗ്ലോ കിട്ടാനൊക്കെ ആയിട്ട് നന്നായിട്ട് സഹായിക്കുന്നതാണ്. അപ്പം നിങ്ങളുടെ ടോണർ കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു സ്പ്രേ കുപ്പി ഉണ്ടെങ്കിൽ അതിൽ നമ്മുടെ ജീരകവെള്ളം ആക്കി വയ്ക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, പിന്നെ അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യണം. ഇത്ര നാളും സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.